സെലൂട്ട് ഭാരത്. നമ്മളോടൊപ്പം ഉള്ളത് മുതിർന്ന കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസ് ആണ്. മാഡം സ്വാഗതം. നമസ്കാരം. മാഡം, ചോദിക്കാനുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, അദ്ദേഹമാണല്ലോ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ നയിച്ചത്. അദ്ദേഹം അവകാശപ്പെട്ടത് 100-ലധികം സീറ്റ് നേടി UDF അധികാരത്തിലേക്ക് വരും എന്നാണ്. പക്ഷേ പിന്നീട് വന്ന ഇലക്ഷൻ സർവേകളിലെല്ലാം തന്നെ ഒരു തൂക്ക് മന്ത്രിസഭയ്ക്ക് അടക്കം ഒരു സാധ്യത കൽപ്പിക്കപ്പെട്ടു. ഇപ്പോൾ പോളിംഗ് എല്ലാം കഴിഞ്ഞു, നമ്മൾ ഫലപ്രഖ്യാപനത്തിന് കാത്തിരിക്കുന്ന ദിവസങ്ങളാണ് ഇപ്പം കടന്നു പോകുന്നത്. കോൺഗ്രസ് അല്ലെങ്കിൽ UDF മുന്നണി നടത്തിയ ഒരു അസസ്മെന്റിൽ മെയ് 4-ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? മെയ് 4-ന് UDF-ന് വലിയ ഭൂരിപക്ഷത്തോടെ UDF ഭരണത്തിൽ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതൊരു സീറ്റിന്റെ കണക്ക് നമ്മൾ കണക്കാക്കിയിട്ടുണ്ടോ മാഡം? അല്ല, ഇത് പാർട്ടിക്കുള്ളിൽ നടത്തിയ അസസ്മെന്റ് എനിക്കിപ്പോ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയാൻ പറ്റില്ല. പക്ഷെ തീർച്ചയായിട്ടും ഭൂരിപക്ഷം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് UDF-ന്റെ പ്രവർത്തകരെല്ലാം, നേതാക്കന്മാരും. ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപന അതിൻ്റെയോടൊപ്പം തന്നെ നടക്കുന്ന ചില രാഷ്ട്രീയ ചർച്ചകൾ, ഈ ഫലപ്രഖ്യാപനത്തിന് ശേഷം മുന്നണിയിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ UDF മുന്നണി വിപുലീകരണ ചർച്ചകൾ തുടങ്ങിയിരുന്നു. പക്ഷെ അത് ഫലം കണ്ടില്ല. പക്ഷേ ഫലപ്രഖ്യാപനത്തിന് ശേഷം അത് ഉണ്ടാകില്ല, വലിയ ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. അത് അങ്ങനെ ഒരു സാധ്യത നമുക്ക് കാണാൻ സാധിക്കും? എനിക്ക് അറിയില്ല. ഈ മുന്നണി മാറ്റം ഒക്കെ UDF-ന്റെ ചെയർമാനും UDF-ന്റെ കൺവീനറും ഒക്കെയാണ് അതിന്റെ ഉത്തരം പറയേണ്ടത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോ എനിക്ക് പറയാൻ നിവൃത്തിയില്ല. അതൊക്കെ ചർച്ചയിലിരിക്കുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ. അതിനകത്ത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു അടിസ്ഥാനപരമായ ഒരു കാര്യമുണ്ട്. പല ആളുകൾക്കും UDF മുന്നണിയിലേക്ക് വരണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും. അതിൻ്റെ അത് സംശയമൊന്നുമില്ല. കഴിഞ്ഞ 10 വർഷക്കാലം ഒരുപക്ഷെ LDF-ന്റെ കൂടെ നിന്ന പല ആളുകൾക്കും പല തിക്താനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന രീതി ശരിയല്ല എന്ന് തോന്നി അതിൽ നിന്ന് മാറാൻ തോന്നിയിട്ടുണ്ടാകും. പക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം, റിസൾട്ട് വന്നതിന് ശേഷം അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളത് എനിക്കറിയില്ല. അത് UDF-ന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയട്ടെ. ഇപ്പൊ ഈ ചിലർ എന്ന് മാഡം ഉദ്ദേശിച്ചത് കോട്ടയത്ത് നിന്നുള്ള കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ തന്നെയാണോ? ഞാനങ്ങനെ പ്രത്യേകിച്ച് ഇപ്പൊ പറയുന്നില്ല. അത് പറയേണ്ട ഒരു സാഹചര്യം അല്ലല്ലോ ഇത്. അത് ഇപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ കഴിഞ്ഞ 5 വർഷക്കാലം മാത്രം എടുക്കൂ. എത്ര വിഷയങ്ങളിലാണ് CPI CPM-നെതിരെ നിലപാടെടുത്തത്? അപ്പൊ അവരിപ്പോ UDF-ലോട്ട് വരുമോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഇപ്പൊ അതിനൊരു മറുപടി എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ എന്താ അസ്വസ്ഥരായ ആളുകളുണ്ട് ഘടകകക്ഷികളിൽ. LDF-ൽ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു വലിയൊരു ഒത്തൊരുമിച്ചുള്ള ഒരു അഭിപ്രായ സമന്വയം ഒന്നും കഴിഞ്ഞ കാലങ്ങളിൽ പല കാര്യങ്ങളിലും എടുത്തതായിട്ട് കണ്ടില്ല. CPM ഒരു വെള്ളിയേട്ടൻ മനോഭാവത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള പരാതി CPI-ക്കുണ്ട്. മറ്റ് ഘടകകക്ഷികളും പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട്. പല അഭിപ്രായ വ്യത്യാസങ്ങളും പ്രകടിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഈ മുന്നണി എന്ന് പറയുന്നത് ഇപ്പോ ജനതാദളിന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ജനതാദളിന്റെ ഒരു വിഭാഗം ആരുടെ കൂടെ നിൽക്കുന്നത്? കർണാടകയിൽ ആരുടെ കൂടെ നിൽക്കുന്നത്? ഇവിടെ ആരുടെ കൂടെ നിൽക്കുന്നത്? അപ്പൊ ഇതൊക്കെ ഒരു കൺഫ്യൂസ്ഡ് സിറ്റുവേഷൻ ആണ് LDF-നെ സംബന്ധിച്ച്. അവർക്ക് തന്നെ ഒരു വ്യക്തത ഇല്ലല്ലോ അക്കാര്യത്തിലൊന്നും. ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് വിമത നീക്കങ്ങൾ കണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. അൻവറിന്റെ നേതൃത്വത്തിൽ ഒരു മുന്നണി രൂപീകരണ ചർച്ച പോലും ആ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. കോൺഗ്രസ് അതിനെ ഏത് രീതിയിലാണ് വീക്ഷിക്കുന്നത്? അൻവറിന് അത്തരത്തിൽ ഒരു മുന്നണി സാധ്യതയൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ചർച്ചകൾക്ക് തുടക്കമിടാൻ ഒരു മൗനാനുവാദം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് കൊടുത്തിട്ടുണ്ടോ? എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അൻവറിന് അങ്ങനെ ഒരു മുന്നണി രൂപീകരിക്കാനുള്ള ഇത് കൊടുത്തിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അത് എവിടെ നിന്നാണ് ആ വാർത്തയെന്നും എനിക്കറിയില്ല. അദ്ദേഹം പല ഈ LDF-ൽ നിന്ന് അല്ലെങ്കിൽ CPM-ൽ നിന്ന് വിട്ടുപോയ പലരുമായിട്ടും ചർച്ചകളൊക്കെ നടത്തിയതായിട്ട് ചില വാർത്തകളൊക്കെ കണ്ടിരുന്നു. അറിയില്ല. അത് ഏതെങ്കിലും ചാനലുകൾ കൊടുത്ത വാർത്തയാണെങ്കിൽ നമുക്കിപ്പോ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് മറുപടി പറയാൻ പറ്റില്ലല്ലോ. അതെ. ഇപ്പൊ ഈ ചില മാധ്യമ നിരീക്ഷകർ പറയുന്നു, അല്ലെങ്കിൽ ചില സർവേകൾ പറയുന്നു, ഒരു തൂക്ക് മന്ത്രിസഭയ്ക്കുള്ള സാധ്യതയുണ്ട്, ഒരു വിദൂര സാധ്യതയെങ്കിലും ഉണ്ടെന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ മാഡം പറഞ്ഞതുപോലെ ഇടതു മുന്നണിയിൽ ഒരുപാട് അസംതൃപ്തരുണ്ട്. അങ്ങനെയാണെങ്കിൽ മെയ് 4-ന് ശേഷം ഈ അസംതൃപ്തർ UDF-ന്റെ പക്ഷത്തേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല, അല്ലേ?
ഇപ്പോ ഇതൊക്കെ ഒരു സാങ്കല്പിക ചോദ്യങ്ങളാ ചോദിക്കുന്നത്. 4-ാം തീയതിക്ക് ശേഷം റിസൾട്ട് വരുമ്പോ UDFന് ഇപ്പൊ നിലവിലുള്ള UDF എന്ന് പറയുന്ന സംവിധാനത്തിന് ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടും എന്നുള്ളതാണ് നിലവിലുള്ള പ്രതീക്ഷ. ആ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ എന്ത് ചെയ്യുമെന്നുള്ളത് ഇപ്പൊ നമുക്ക് മറുപടി പറയാൻ പറ്റില്ലല്ലോ. മൂന്നാം മുന്നണി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ രാഷ്ട്രീയ നിരീക്ഷകരും നമ്മളുടെ ചില ആളുകളൊക്കെ നിഷ്പക്ഷമായ നിരീക്ഷകർ എന്ന് പറയുന്ന ചില ആളുകളൊക്കെ എടുത്തിടുന്ന ചില ചോദ്യങ്ങളും ചില ചിന്തകളും ഒക്കെയാണ്. അതിൻ്റെ അകത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് അതിനൊരു മറുപടി പറയാൻ പറ്റില്ല. ഞാൻ KPC ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അത്തരം കാര്യങ്ങൾ എനിക്കറിയില്ല. ശരി, ഒരു കാര്യം കൂടി. ഇപ്പോ ഈ ഇലക്ഷന് മുൻപ് ഉപതെരഞ്ഞെടുപ്പുകൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ്, ഇതിലൊക്കെ UDFന് വലിയൊരു മേൽക്കൈ ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ ഒരു അപ്രമാദിത്വം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ പിന്നീട് തെരഞ്ഞെടുപ്പിന്റെ അവസാന പ്രചാരണ ഘട്ടത്തിൽ LDFന്റെ ഒരു മാസ് PR പ്രൊപ്പഗൻഡ ഉണ്ടായി എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ UDF ഈ ഒരു PR പ്രൊപ്പഗൻഡയിൽ മുങ്ങി ജനവിധിയിൽ, അതായത് ഈ നമ്മളൊരു പ്രതീക്ഷിച്ച അതിൽ നിന്ന് ഇപ്പോ VD സതീശൻ പറഞ്ഞതുപോലെ ഒരു 100 സീറ്റ് എന്ന ആ ഒരു ഘട്ടത്തിൽ നിന്ന് ചെറിയൊരു പിന്നോട്ട് പോക്കുണ്ടാകും എന്ന തരത്തിലെങ്കിലും ഒരു വിലയിരുത്തൽ പാർട്ടി ഘടകങ്ങളിൽ നടത്തിയിട്ടുണ്ടോ? PR വർക്കിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. CPM നടത്തിയ PR വർക്ക് നമ്മൾ കണ്ടല്ലോ. നമ്മളൊരു മാലയിൽ കോർത്തിട്ട മുത്തുപോലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പിണറായി വിജയന്റെ മാത്രം മുഖം വച്ചുള്ള ഫ്ലെക്സുകൾ, അതായിരുന്നു അവരുടെ ഒരു PR. മറ്റ് PRകളൊന്നും ജനങ്ങളിലേക്ക് എത്തിക്കാണുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം എത്ര PR ചെയ്താലും പെൻഷൻ കിട്ടാത്തവൻ അറിയാം അവന് പെൻഷൻ കിട്ടിയിട്ടില്ല എന്നറിയാം. ആശാ വർക്കേഴ്സിന് അറിയാം ശമ്പളം കൂട്ടി കൊടുത്തില്ല എന്നറിയാം. അംഗൻവാടി ടീച്ചേഴ്സിന് അറിയാം അവരുടെ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടില്ല എന്നുള്ളത്. സർക്കാർ ജീവനക്കാർക്ക് അവരുടെ പ്രശ്നങ്ങൾ അറിയാം. വിദ്യാർത്ഥികൾക്ക്, യുവജനങ്ങൾക്ക് അവരോട് ചെയ്ത ക്രൂരകൃത്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഗവൺമെന്റ് എന്നുള്ള കൃത്യമായിട്ട് അറിയാം. PSC റാങ്ക് ഹോൾഡേഴ്സിന് പോലും ജോലി കിട്ടാത്ത സാഹചര്യമായിരുന്നു എന്നുള്ളത് അവർക്കറിയാം. അപ്പൊ ഈ അനുഭവസ്ഥരായിട്ടുള്ള ആളുകളാണല്ലോ ഈ വോട്ടേഴ്സ് എന്ന് പറയുന്നത്. അല്ലാതെ PR വർക്ക് മാത്രം കണ്ടിട്ടുള്ള ആളുകളല്ലല്ലോ. PR വർക്ക് മാത്രം കണ്ട് അതിൽ അഭിരമിച്ച് അതിന് അത്തരത്തിൽ വോട്ട് ചെയ്യുന്ന അത്രയും പ്രബുദ്ധതയില്ലാത്ത ഒരു ജനതയാണോ കേരളത്തിൽ ഉള്ളത്? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഈ അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ എല്ലാവരുമാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ അതിന്റെ വെളിച്ചത്തിലാണ് ആരോഗ്യ വകുപ്പിലെ വലിയ തകർച്ച, കേരളം സാമ്പത്തികമായി തകർന്നിരിക്കുന്നത്, ശമ്പളം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. ഇത് LDFന്റെ ഗവൺമെന്റ് ഏതെല്ലാം സമയത്തുണ്ടായോ അപ്പോഴൊക്കെ ട്രഷറി പൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പൊ അത്തരം മിസ്മാനേജ്മെന്റുകൾ നമ്മൾ കണ്ടു. അപ്പോ അത് ചിന്തിക്കാൻ കഴിയുന്ന, അത്തരം മാനേജ്മെന്റുകളെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്ന ഗ്രൂപ്പ് ഓഫ് ആളുകളാണെങ്കിലും, ഏറ്റവും താഴെത്തട്ടിൽ അന്നത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിലും ഇവരൊക്കെ അനുഭവസ്ഥരാണ്. ആ അനുഭവസ്ഥർ അവരുടെ അനുഭവങ്ങളിൽ നിന്നൊരു സർക്കാരിനെ തെരഞ്ഞെടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും UDFന് വലിയ വിജയം തന്നെ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ ഇതിനകത്ത് ഇപ്പൊ താങ്കൾ തുടക്കത്തിൽ ചോദിച്ചത് പ്രതിപക്ഷ നേതാവിനെ കുറിച്ചൊക്കെ ചോദിച്ചു. പ്രതിപക്ഷ നേതാവ് ഇതിനു മുമ്പ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ജോലി നന്നായി നിർവഹിച്ചിട്ടുണ്ട്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വളരെ നന്നായി തന്നെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ കർത്തവ്യം നിർവഹിച്ചിട്ടുണ്ട്. ശ്രീ KC വേണുഗോപാൽ, അദ്ദേഹത്തിന് പാർട്ടി കൊടുത്തിരിക്കുന്ന ജോലി എന്താണ്? ഇന്ത്യ മുഴുവൻ പാർട്ടിയെ ശക്തമാക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ്, സംഘടനാ ചുമതലയാണ്. രാത്രിയും പകലുമില്ലാതെ അദ്ദേഹം അതിനുവേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ രാജസ്ഥാനിലോ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലോ ഇപ്പൊ നമുക്ക് ഭരണം കിട്ടിയ തിരിച്ചു പിടിച്ച പല സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പൊ KC വേണുഗോപാലിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം ഇടക്ക് കയറി ചോദിച്ചോട്ടെ. ഇപ്പോ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ചോദിച്ചോ? ഞാനിത് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അതായത് ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അവരവരുടേതായ തലങ്ങളിൽ നിന്നുകൊണ്ട്, അവരവരുടേതായ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുകൊണ്ട് എല്ലാവരും കഷ്ടപ്പെട്ട ആളുകളാണ്. അപ്പോ അതില് ഒരു ബൂത്ത് പ്രസിഡന്റ്, ഞാൻ അതിനോട് ചേർത്ത് പറയാം, നിങ്ങൾ ഇത് ഒന്നും കട്ട് ചെയ്യരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക. ബൂത്ത് പ്രസിഡന്റ് കഷ്ടപ്പെട്ടിട്ടില്ലേ? ഈ പൊരി വെയിലത്ത് ഓരോ ബൂത്ത് പ്രസിഡന്റുമാരും വീടുകൾ തോറും നടന്ന് പോയി ഇറങ്ങിയല്ലേ പ്രവർത്തിച്ചത്? ബൂത്ത് ഭാരവാഹികൾ, മണ്ഡലം ഭാരവാഹികൾ, ബ്ലോക്ക് ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികൾ, KPC ഭാരവാഹികൾ, എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുക്കേണ്ടവർ അതാത് സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അപ്പൊ കഷ്ടപ്പാട് എന്ന് പറഞ്ഞത് ഒരാൾക്കുള്ളതല്ല, എല്ലാവർക്കും ഉള്ളതാണ്. താങ്കൾ ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ KC വേണുഗോപാലിന്റെ പേര് പറഞ്ഞതുകൊണ്ട് ഞാൻ സാന്ദർഭികവശാലൊന്ന് ചോദിക്കുകയാണ്. ഇപ്പോ ഗുജറാത്ത് മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നുകൊണ്ടാണ് നരേന്ദ്രമോദി ഒരു ദേശീയ നേതാവായി പ്രധാനമന്ത്രി പദവിയിലേക്ക് ഉയർന്നു വന്നത്. ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച KC വേണുഗോപാൽ എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു നേതാവല്ല.
അപ്പൊ അദ്ദേഹം കേരളം എന്ന് പറയുന്ന കോൺഗ്രസിന് ശക്തമായ അടിത്തറയുള്ള ഒരു സ്ഥലത്ത് ഒരു മുഖ്യമന്ത്രി ആവുകയും അങ്ങനെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഉയർത്തിക്കാട്ടുന്ന തരത്തിലേക്ക് കെ.സി. വേണുഗോപാൽ വളർന്നു വരണം എന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അത്തരം സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണോ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി ആകണമെന്ന വികാരം പൊതുവിൽ കേരളത്തിൽ ഉയർന്നു വരുന്നത്? എനിക്കറിയില്ല അതിനെക്കുറിച്ച്. നിങ്ങൾ ഈ പറയുന്ന നറേറ്റീവ്സിനെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റും. താങ്കൾ കെ.സിയെ പറ്റി ചോദിച്ചതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ചെറിയ പ്രായത്തിൽ അധ്വാനിച്ച് പാർട്ടിയിൽ നിന്ന് പല പോസ്റ്റുകളും ആഗ്രഹിച്ചത് കിട്ടാതെ നിന്നിട്ടുള്ള വന്നിട്ടുള്ള ഒരാൾ കൂടിയാണ്. അതിൻ്റെ അകത്ത് പലതും നിങ്ങള് ഇപ്പൊ ഉള്ള മാധ്യമങ്ങൾ പലരും അത് ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഈ അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തിന് ശേഷം ആയതിനു ശേഷം സ്വാഭാവികമായിട്ടും എല്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാരും KPCCയുടെ ജനറൽ സെക്രട്ടറിമാരാകാറുണ്ട്. എല്ലാവരുമായിട്ടുണ്ട്. എല്ലാവരും, ഒരാളെ പോലും അതിനകത്ത് മാറ്റി നിർത്താനില്ല. പക്ഷേ ശ്രീ കെ.സി. വേണുഗോപാലിനെ KPCCയുടെ ജനറൽ സെക്രട്ടറി അന്ന് ആക്കിയില്ല. എന്റെ കാര്യത്തിലേക്കും കാരണത്തിലേക്കും ഒന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ അന്ന് ആകാൻ പറ്റിയില്ല. അദ്ദേഹം വീണ്ടും പ്രവർത്തിക്കുകയായിരുന്നല്ലോ ഇതിന്റെ അകത്ത് നിന്ന്. അപ്പൊ അങ്ങനത്തെ നഷ്ടങ്ങളൊക്കെ അദ്ദേഹത്തിനും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു സ്കൂളിൽ നിന്ന് ഏറ്റവും റിമോട്ട് ആയിട്ടുള്ള ഒരു സ്കൂളിൽ നിന്ന് KSU പ്രവർത്തനം തുടങ്ങി വളർന്നു വന്ന് KSUയിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയും തല്ലുകൊണ്ട് ജയിൽവാസം അനുഭവിച്ച് വളർന്നു വന്ന് ആദ്യം മത്സരിച്ചപ്പോ പരാജയപ്പെട്ടു അദ്ദേഹം. അസംബ്ലിയിൽ കാസർഗോഡ് മത്സരിച്ച് പരാജയപ്പെട്ടു. പിന്നീടാണ് ആലപ്പുഴയിലേക്ക് വരുന്നത്. ആലപ്പുഴയിൽ വന്ന് അദ്ദേഹം അത് തിരിച്ചു പിടിച്ചു. ആലപ്പുഴയിലെ ജനങ്ങൾ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ആലപ്പുഴയിലെ ജനങ്ങൾക്ക് ഇത് കെ.സി. വേണുഗോപാൽ നിന്നാൽ ജയിക്കും എന്ന് പറയുന്ന ചില സിറ്റുവേഷൻ കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം അത്രത്തോളം അവിടുത്തെ ജനങ്ങളുമായി അടുത്തിടപഴകിയിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം. അത് അങ്ങനെയുള്ള വേറെയും നേതാക്കന്മാരുണ്ട്. താങ്കൾ ഈ പേര് സ്പെസിഫിക്കലി ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ജനങ്ങളുമായി ഇടപെടുക, ഇപ്പൊ ഡൽഹിയിലെ വലിയ ഉത്തരവാദിത്തങ്ങൾക്കിടയിലും ആലപ്പുഴയിലെ ജനങ്ങൾ കെ.സിയെ കാണാൻ വേണ്ടി മണിക്കൂറുകളോളം അവിടെ വീട്ടിൽ വന്ന് കാത്തു നിൽക്കുന്ന സാഹചര്യം കണ്ടിട്ടുണ്ട്. അദ്ദേഹം വരാൻ വേണ്ടി മാത്രം, അദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം അവിടെ വന്ന ആളുകൾ നിൽക്കുന്നുണ്ട്. ജനകീയനായ ഒരു നേതാവാണ് കെ.സി. വളരെ സംഘടനാ രംഗത്ത് വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വിടാത്തത്? പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു പക്ഷേ കേരളത്തിൽ വരാനായി എല്ലാവർക്കും സ്വന്തം സംസ്ഥാനങ്ങളിലേക്ക് വരാൻ ഒരു ആഗ്രഹം ഉണ്ടാവില്ല. അതുപോലെ ചിലപ്പോൾ അദ്ദേഹത്തിനും ഉണ്ടായിരിക്കാം. പക്ഷെ ശ്രീ രാഹുൽ ഗാന്ധി ആണെങ്കിലും അതുപോലെ കോൺഗ്രസിന്റെ സമുന്നത നേതാക്കളാണെങ്കിലും ഒക്കെ അദ്ദേഹം അവിടെ നിന്ന് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. കാര്യം കേരളം പോലൊരു സംസ്ഥാനത്ത് നിന്ന് സംഘടനാ പ്രവർത്തനം മനസ്സിലാക്കി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഡൽഹിയിൽ വേണമെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറയും, ഇപ്പം ശ്രീ എ കെ ആന്റണി വളരെ കാലം കേരളത്തിൽ നിന്ന് പോയി വളരെ കാലം ഡൽഹിയിൽ നിന്നു. ഡൽഹിയില് അദ്ദേഹം മതിയാവൂ എന്ന് വെച്ചാൽ അദ്ദേഹം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് വരെ അദ്ദേഹം ഡൽഹിയിൽ നിന്നതിന്റെ ഒരു കാരണം, കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിലെ പ്രവൃത്തി പരിചയം എന്ന് പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ രാഷ്ട്രീയ അവബോധവും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഓർഗനൈസേഷണൽ സ്ട്രെങ്ത് ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം കോൺഗ്രസിനെ സംബന്ധിച്ച്. അപ്പൊ ഇവിടെ നിന്നുള്ള ഒരാളുടെ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഡൽഹിക്ക് വേണം എന്നുള്ള തോന്നൽ കൊണ്ടായിരിക്കാം അദ്ദേഹം കെ.സി. ഇപ്പോഴും അവിടെ നിൽക്കുന്നത് എന്നാണ് എന്റെ ഒരു ചെറിയൊരു അസസ്മെന്റ്, എന്റെ വ്യക്തിപരമായ ഒരു അസസ്മെന്റ് ആണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ അവിടെ കൊടുത്ത ജോലി അദ്ദേഹം അവിടെ ചെയ്യുന്നു. അദ്ദേഹം ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കോൺഗ്രസ് തോറ്റാൽ അദ്ദേഹത്തെ കുറ്റം പറയും, ജയിച്ചാൽ അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല പലരും. അപ്പോൾ തോൽവിയുടെ ഉത്തരവാദിത്വം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിക്കാണ്. എന്നാൽ പലപ്പോഴും പല സംസ്ഥാനങ്ങൾ വിജയിച്ചു. ഇപ്പൊ കർണാടക വിജയിച്ചു, തെലങ്കാന വിജയിച്ചു. അപ്പോഴൊന്നും അത് തന്റെ ഉത്തരവാദിത്വമാണെന്നോ താനാണ് ഇതെല്ലാം ചെയ്തതെന്നോ എന്ന് അദ്ദേഹം പറയുന്ന പോലും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. അദ്ദേഹം അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ല ഞാൻ. ജയിച്ചാൽ എന്റേതാണ്, അല്ല ജയിച്ചാൽ അത് പാർട്ടിക്കുള്ളതാണ്, തോറ്റാൽ എന്റേതാണ്, അങ്ങനൊന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഏതായാലും കെ.സി. വേണുഗോപാലിന്റെ കാര്യത്തിൽ നമുക്ക് ശുഭപ്രതീക്ഷ ഉണ്ടാകട്ടെ. സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ്. നന്ദി.